ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് പോകുന്നത് 1400 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളിലോട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് പോയാലോ? അപ്പോൾ നമുക്ക് തിരുനെല്ലിയിൽ നിന്ന് ചെന്നൈയിലോട്ട് ആദ്യം ടിക്കറ്റ് എടുക്കണം. 360 രൂപ മുതൽ 455 രൂപയാണ് കേട്ടോ സ്ലീപ്പർ ടിക്കറ്റ് വരുന്നത്. അപ്പം നിങ്ങൾ ഏത് സ്റ്റേഷനിലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ചാർജ് വരും കേട്ടോ. ഞാനിപ്പം തിരുനെല്ലിയിൽ നിന്ന് ആയിരുന്നുകൊണ്ടാണ് കേട്ടോ തിരുനെല്ലി എന്ന് പറയുന്നത്. അപ്പം ചെന്നൈ സെൻട്രലിൽ നിന്ന് നമുക്ക് പോകേണ്ടത് മൈലാപ്പൂരിലോട്ടാണ് കേട്ടോ. അപ്പം ഒരു 100 രൂപ മുതൽ 150 രൂപ വരെയാണ് നമുക്ക് ചാർജ് വരിക കേട്ടോ ഓട്ടോയ്ക്ക്. അപ്പം അതാണ് നോമിനൽ ചാർജ്. പിന്നെ നമ്മൾ പോകുന്ന ഓട്ടോയ്ക്ക് അനുസരിച്ചിരിക്കും. ചെന്നൈയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ മൈലാപ്പൂരുള്ള കപാലീശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. 1400 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് ഏകദേശം 300 വർഷത്തോളമായി. പഴയ ആദ്യം ഉണ്ടായിരുന്ന ക്ഷേത്രം വന്നിട്ട് 1400 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ ശിവഭഗവാനാണ് കേട്ടോ. കൂടെ കർപ്പകാമ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയും കൂടിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ ആർക്കിടെക്ചർ വന്നിട്ട് നമ്മളുടെ ദ്രവീഡിയൻ ശില്പകല ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് കേട്ടോ വരുന്നത്. കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിൽ മൈലാപ്പൂരാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സവിശേഷത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉത്സവങ്ങളും അമ്പലത്തിൻ്റെ ഗോപുരങ്ങളും അതേപോലെ കപാലീശ്വരനുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ട്രസ്റ്റ് വിശ്വാസം തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഇത്രയും പ്രശസ്തമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്തർക്കുള്ള അത്രയും ശക്തി ഉറച്ച വിശ്വാസം തന്നെയാണ് കേട്ടോ ഒന്നാമത്. പിന്നെ ഇവിടുത്തെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ. പുരാണ കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതി ദേവി വന്നിട്ട് മയിലിൻ്റെ രൂപത്തിൽ ശിവനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് മൈലാപ്പൂർ എന്നുള്ള പേര് വന്നത് എന്നാണ് കേട്ടോ. പ്രദോഷം, തിങ്കളാഴ്ചകൾ, അതേപോലെ മഹാശിവരാത്രി ഈ ദിവസങ്ങളിലാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തர்கள் വന്നിട്ട് വിസിറ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം അധികം കിട്ടും, അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് അധികം ഈ അമ്പലത്തിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇവിടുത്തുകാരുടെ വിശ്വാസം. ഈ അമ്പലത്തിലെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് നമ്മളുടെ തൈര് അതായത് കേർഡ് റൈസ്, പുളിയോദര, അതേപോലെ തന്നെ ശർക്കര പൊങ്കൽ, അതായത് നമ്മൾ പായസം. അതാണ് വിശേഷ ദിവസങ്ങളിൽ നമുക്കിവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഭക്തർക്ക് വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ നോർമൽ ഇവിടുത്തെ ഒരു പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് വന്നിട്ട് പുളിയോദരയും ശർക്കര പൊങ്കലും അതേപോലെ തൈര് സാദമാണ് കേട്ടോ. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ഈ അമ്പലത്തിലോട്ട് കടന്നു വരുമ്പോൾ കാണുന്നത് വലിയ ഗോപുരങ്ങളാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ശില്പകലകളും ദേവനും ദേവിയും അതേപോലെ നമ്മളുടെ പുരാണ കഥകൾ വന്നിട്ട് പറയുന്ന രീതിക്കുള്ള ശില്പകലകളാണ് കേട്ടോ ഈ ഒരു ഗോപുരത്തിൽ വരുന്നത്. പ്രധാനമായിട്ടുള്ള ഗർഭഗൃഹത്തിൽ ഭഗവാൻ ഈ ഒരു ഗർഭഗൃഹം വന്നിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ആഗമശാസ്ത്രം പടിയാണ് കേട്ടോ. അതനുസരിച്ചാണ് ഈ ഒരു ഗർഭഗൃഹം വന്നിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലുള്ള കുളം, അതേപോലെ തന്നെ മുരുകൻ, ഗണപതി, നവഗ്രഹ മണ്ഡപം, ഇതൊക്കെ കപാലീശ്വരർ അതായത് ശിവഭഗവാൻ ഇവിടെ സ്ഥിതി ചെയ്യുന്ന കപാലീശ്വരർ എന്നുള്ള പ്രതിഷ്ഠയായിട്ട് ഒരുപാട് ആത്മീയ ബന്ധമുള്ള മാതിരിയാണ് കേട്ടോ അതൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് അർജൻറ്റായിട്ട് പോയൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇൻട്രൊഡക്ഷനൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് നല്ല ആംബിയൻസും ഒരു സമാധാനം കിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ചെന്നൈയിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടാറ്റാ.